നമ്മളിൽ പലർക്കും മാറിപ്പോകുന്ന രണ്ട് കലാരൂപങ്ങളാണ് മോണോ ആക്റ്റും മിമിക്രിയും. അത് എന്താണെന്ന് പലരും കലാമേളയുടെ സമയത്ത് കുട്ടികൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. മോണോ ആക്ട് എന്താ, മിമിക്രി എന്താണ്? മോണോ ആക്ട് എന്നാൽ ഒരു സന്ദർഭത്തെയോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെ അഭിനയിച്ചു കാണിക്കുന്നതിനെ മോണോ ആക്ട് എന്നും, ഒരു വ്യക്തിയെയോ ഉപകരണങ്ങളെയോ അനുകരിച്ചു കാണിക്കുന്നതിനെ മിമിക്രി എന്നും നമ്മൾ പറയും. അതെ, ഒരു അനുകരണ കലയായ മിമിക്രിയിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെറിയ ഐറ്റത്തിൽ നിന്ന് തുടങ്ങാം. ആദ്യമായി നമ്മുടെ പബ്ലിക് ടാപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, വെള്ളമില്ലാത്ത ടാപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് കുട്ടികൾക്ക് വേണ്ടി ഒരു കൊച്ചു കുഞ്ഞ് കരഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് നോക്കാം. അടുത്തതായി നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തലനരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം, തലനരയ്ക്കാത്തതല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എൻ്റെ യൗവനം. നെക്സ്റ്റ് കൊച്ചു പ്രേമൻ. പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നതിന് പകരം മുണ്ട് പറിക്കുന്ന കുട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്തതായി ഹിറ്റ്ലർ എന്ന സിനിമയിലൂടെ ഫേമസ് ആയ ഒരു നടി, ചിലപ്പോൾ നമ്മുടെ ഉമ്മമാർക്കൊക്കെ അറിയണ്ടാവും, അടൂർ ഭവാനി അമ്മ. അപ്പണേ ഈ മാധവൻ കുട്ടിക്ക് ഇരട്ട പേരുണ്ടല്ലോ കൊച്ചനെ, എന്തുവാ അത്? ആ ഉണ്ടക്കണ്ണം കുറച്ചും പ്രത്യേകം പറഞ്ഞു കേട്ടാ, ഞാനതൊക്കെ മറന്നു. എന്തുവാന്നാ ചോദിച്ചേ? എന്തുവാ? സുരേഷ് ഗോപി എന്ന് നോക്കാം. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് 4 നേരം പൃഷ്ടാംഗം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാളും ചുരുട്ടിയിരുന്ന തന്നെ പോലുള്ളവർക്ക് ആ പേര് ചേരൂ. ഐ എം ഭരത് ചന്ദ്രൻ IPS. ഷിറ്റ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ജനാർദ്ദനൻ. അയ്യോ, അവന്റെ കാല് തല്ലിയൊടിക്കാൻ പറഞ്ഞിട്ട് എന്റെ കാലാണോ തല്ലിയൊടിക്കുന്നത്? അയ്യോ. താങ്ക് യു. നിങ്ങളുടെ ഈ കയ്യടിയാണ് കേട്ടോ കുട്ടികൾക്ക് കിട്ടുന്ന പ്രോത്സാഹനം. ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നിങ്ങൾ നന്നായിട്ടൊന്ന് കയ്യടിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. താങ്ക് യു.